കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും 2026 UDF അധികാരത്തിൽ വരുമെന്നും പൊതുവെ ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം UDFിലും പ്രവർത്തകരിലും നേതാക്കന്മാരിലും ഒക്കെ തന്നെ കൂടുതൽ ആത്മവിശ്വാസവും ആവേശവും ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള അധികാര മോഹികളുടെ അധികാര ആർത്തി കൂടിയും വരികയാണ്. ഇപ്പോഴേ അവർ കണക്ക് കൂട്ടിക്കഴിഞ്ഞു. ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം, ആരൊക്കെ ഏതൊക്കെ മന്ത്രിമാരാകണം എന്ന് പോലും ഈ പല കാര്യങ്ങളും സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ അധികം പേരും, നേതാക്കന്മാരിൽ. ഈ അവസരത്തിൽ ഇത് നിലമ്പൂരിലെ ഫലമാണ് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവർക്ക് അനുകൂലമായിരുന്നു. അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ചേലക്കരയിലെ CPMന്റെ വോട്ട് വിഹിതം കുറഞ്ഞു. അതൊക്കെ ഒരു അനുകൂല തരംഗമാക്കി UDF കാണുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ അതിൻ്റെ ആ വിശ്വാസ്യതയ്ക്ക് കൂടുതൽ ആഴം കൂടുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഈ അവസരത്തിൽ നമുക്കറിയാവുന്നതാണ്, മുമ്പ് പല MP-മാരും ഒക്കെ, അതായത് പലരെയും MP-മാരാക്കി അങ്ങ് ഡൽഹിയിലേക്ക് വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു 2019 ഈ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിൽ, എവിടെങ്കിലും ഏതെങ്കിലും സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷെ 2024 തദൈവ ഇന്ത്യ മുന്നണി സഖ്യം ഒക്കെ ഉണ്ടായെങ്കിലും എല്ലാം 4 വഴിക്ക് അടിച്ചു പിരിഞ്ഞു പോയത് മാത്രമുണ്ട് മിച്ചം. ഇനി അങ്ങനെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നിന്നിട്ടിൽ കാര്യമില്ല എന്നും കോൺഗ്രസ് വലിയൊരു അപജയത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നും പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ പല MP-മാരും കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന, കേരളത്തിൽ ഇപ്പോൾ 18 പേരാണ് UDFിലെ MP-മാർ. ഒന്ന് BJP ആണ്, മറ്റൊന്ന് CPM-ഉമാണ്. ഇവിടെ നിന്ന് പോയിരിക്കുന്ന പലരും മന്ത്രിമാരാകാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരാണ്. എല്ലാവരെയും കൂടി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാനും പാർട്ടിക്ക് കഴിയത്തില്ല. കാരണം എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണം MLA-മാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകേണ്ടി വരുമോ എന്നൊരു സംശയവുമുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും 2019 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച അടൂർ പ്രകാശ് ഇനി തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരുക്കമാണ് നടത്തുന്നത്. അദ്ദേഹം കോന്നിയിൽ നിയമസഭാ അംഗമായിരുന്നു. കോന്നിയിൽ നിന്നാണ് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് നിർത്തിയത്. അവിടെ നിന്ന് പിന്നീട് 2024 അതിലേക്ക് വീണ്ടും മത്സരിപ്പിക്കാൻ ഇറക്കി, വിജയം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അടൂർ പ്രകാശിന് മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോന്നി തിരിച്ചു പിടിക്കാമെന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് തീർച്ചയായിട്ടും മന്ത്രിയുമായിരിക്കും. അദ്ദേഹം ഒരു തവണ റവന്യൂ മന്ത്രി ആയിരുന്നതുമാണ്, മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളുമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ വളരെ സെലിബ്രിറ്റിയുടെ ഒരു പരിവേഷമുള്ള യുവനിരയിൽ നിന്നുള്ള ഒരു പ്രധാനിയാണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ പഠിച്ചിറങ്ങിയ ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. പാലക്കാട് MP ആയിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി വടകരയിൽ മത്സരിപ്പിച്ചത് 2024. അവിടെ നിന്ന് വിജയം വന്നപ്പോഴാണ് പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും കോൺഗ്രസ് അവിടെ ഭൂരിപക്ഷം കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവനിരകൾക്ക് ഒരു വലിയ ആവേശമുണ്ടാകും, ഒരു വലിയ വൈബ് ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ പാലക്കാട് MP-യായ VK ശ്രീകണ്ഠനെയും തിരികെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ VK ശ്രീകണ്ഠനും ആഗ്രഹിക്കുന്നുണ്ട് തിരികെ വരാൻ, പാലക്കാടിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. ആ കോട്ടയാണ് തകർത്തത്. 2 വട്ടം തുടർച്ചയായി CPM-നെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയുള്ള VK ശ്രീകണ്ഠൻ വരുമ്പോൾ പാലക്കാടിനൊരു പ്രാതിനിധ്യം കിട്ടും, മന്ത്രിസ്ഥാനവും കിട്ടും എന്ന് വരെയും കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഹൈബി ഈഡനാണ്. ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം MP സ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. MLA ആയിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം.
ലത്തിൻ കത്തോലിക്ക വിഭാഗക്കാരനുമാണ്. സഭക്കാരുടെ ആവശ്യം വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ ഹൈബി ഈഡനെ കൊണ്ടുവന്ന് എറണാകുളത്തെ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിക്കും. ഹൈബി ഈഡൻ മത്സരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം മുനമ്പം വിഷയത്തിൽ തക്ക തിരിച്ചടി കിട്ടിയിട്ടുള്ള ആളാണ്. അവിടെ തിരിഞ്ഞു നോക്കാതിരിഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർക്കുണ്ടായ പ്രതിഷേധം ഹൈബി ഈഡനെ എടുത്ത് കടലിൽ വരെ എറിഞ്ഞു എന്നാണ് പിന്നാമ്പുറ വർത്തമാനം തന്നെ. അതുകൊണ്ട് ഹൈബി ഈഡന് സുരക്ഷിതമെന്ന് ചോദിച്ചാൽ അതീവ സുരക്ഷിതമായ മണ്ഡലത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ ലത്തിൻ കത്തോലിക്ക വിഭാഗം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആ സഭയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ഇനി മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞാലും മന്ത്രിസ്ഥാനം കൊടുക്കാനും ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ കൊല്ലം MP ആയിരിക്കുന്ന അത് കോൺഗ്രസിലെ ഉള്ളതല്ലല്ലോ, RSP ആണ്. RSPയെ സംബന്ധിച്ചിടത്തോളം ചവറ മുതൽ ചവറ വരെ നിൽക്കുന്ന പാർട്ടി എന്നൊക്കെയാണ് നമ്മളതിനെ പറയുന്നത്. പ്രേമചന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ അവിടെ ഒരു പാർലമെന്ററി ഇതിലുള്ളത്. അദ്ദേഹം കൊല്ലം MP ആണ്. അദ്ദേഹം പാർലമെന്റിൽ അതിഗംഭീരമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MP കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയനാണ്. നേരിട്ട് പോലും അദ്ദേഹത്തെ വിളിച്ച് കാണാൻ ആവശ്യപ്പെടും. അതുപോലെ തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളിലും കൊല്ലത്തിന് വേണ്ടതായ തരത്തിലുള്ള വികസനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കൊല്ലത്തെ നിയമസഭയിലെ UDFന് കൊല്ലം ജില്ലയിലെ തന്നെ നിയമസഭകളിലൊക്കെ തന്നെ മികച്ച പ്രകടനം UDFന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കൊല്ലം MP ആയ പ്രേമചന്ദ്രൻ കാരണമാണ്. പ്രേമചന്ദ്രൻ ഒരു MP എന്നുള്ള രീതിയിൽ അവിടെ മികച്ച, അത് കേരളത്തിലെ മറ്റു 19 മണ്ഡലങ്ങളിലെയും MP-മാർ കണ്ടുപഠിക്കേണ്ടതാണ്. മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കൊല്ലത്തിനുണ്ടായ വികസനം അത്രത്തോളം വലുതാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്താൻ CPM വളരെ പ്രയാസപ്പെട്ടു പോയി. ഒടുവിൽ ആരെയെങ്കിലും നിർത്തണ്ടേ, അതിനുവേണ്ടി കൊണ്ട് നിർത്തിയതാണ് മുകേഷ് MLA. ഈ നമ്മൾ ചാവേറെന്ന് പറയത്തില്ലേ, അത്തരത്തിൽ തനി ചാവേറാക്കി നിർത്തിയ ഒരാളാണ് മുകേഷ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേമചന്ദ്രനെ ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചിലർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നേരിടുന്ന പ്രശ്നം ഷിബു ബേബി ജോണാണ് ചവറയിൽ സാധാരണ നിൽക്കാറുള്ളത്. ഷിബു ബേബി ജോണിനെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ രണ്ടും രണ്ട് തട്ടിലായിരുന്ന സമയത്ത്, LDFലും UDFലും ആയിരുന്ന സമയത്ത്. പ്രേമചന്ദ്രൻ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുമുണ്ട്. അപ്പോൾ ചവറയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഷിബു ബേബി ജോണിന് എവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കൊല്ലം മണ്ഡലം ഒരുപക്ഷെ അത് പിന്നെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കയ്യിലാണത്. കാരണം ഇക്കുറി അത് കോൺഗ്രസിന് കൊല്ലം പിടിക്കാൻ കഴിയുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാരണം മുകേഷ് വലിയ പരാജയമായതുകൊണ്ട്. അപ്പോൾ കൊല്ലം MP ആയ പ്രേമചന്ദ്രനെ ചവറയിൽ നിർത്തി ജയിപ്പിക്കുക, ഘടകകക്ഷികളിൽ ഒരാൾ മന്ത്രിയാകണമല്ലോ. പക്ഷെ പ്രേമചന്ദ്രൻ വരുമ്പോൾ അത് ഷിബു ബേബി ജോണിനും വലിയ തൻ്റെ സ്ഥാനമോഹത്തിനൊരു അടി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് പോയിട്ടുള്ള പല MP-മാർക്കും ഇപ്പോൾ തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ വരണം. ഇവിടെ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകാനുള്ള താല്പര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് MP-മാർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്.